വെള്ളം കുടിച്ചിക്കണോ? സാധനങ്ങളൊക്കെ സെറ്റ് എന്നാ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയാലോ. ആരെങ്കിലും ബെന്നിന്റെ അടുക്ക് പെട്ടെന്ന് പോയിക്കോ. പിന്നെ ചെക്കന്മാരൊക്കെ വന്ന് ചാടാൻ വന്നാലേ അപ്പൊ നമ്മള് പിന്നെ ആകെ ഇതാവും. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടടാ, അവിടെ കുക്കിംഗ് ചെയ്യുന്നുണ്ടല്ലോ. എടാ എന്നും ചാടുന്നല്ലേ, ഒന്ന് ചാടിയിട്ട് പോവാം. അല്ലാ, കുട്ടികളും മക്കളൊക്കെ പുഴയിലേക്ക് ഉണ്ടല്ലോ. നമ്മളെ ചിക്കൻ വേവിക്കലും നടക്കൂല, ഒന്നും നടക്കൂല, എല്ലാം വരുന്നുണ്ട് ആടുന്ന്. നോക്കത്തെ എടാ ഞങ്ങളും അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ കൊളാവുന്ന തോന്നണേ. അതിന് പ്രശ്നമൊന്നുമില്ല, ഐറ്റങ്ങളിപ്പോ ചാടിയിട്ടാണ് പോകില്ലേ. നോക്കാം നമുക്ക്. ഏതായാലും ആ കലമ്പാക്കിയാണെങ്കിൽ നമുക്ക് നിർത്തി പോണം. അടുത്ത ആഴ്ച നോക്കാം. ഓനോട് ഞാൻ പറഞ്ഞതാ നാടൻ കോഴി ആക്കാം. ഇതിപ്പോ നമ്മൾ എന്ന് തിന്നുന്നതല്ലേ. പിന്നെന്താണ്, നാടൻ കോഴിക്ക് നല്ല പൈസയാ. ആ അതന്നെ. അയ്യൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നില്ലല്ലോ മോനെ. എന്താ പറഞ്ഞ നിങ്ങക്ക് നാടൻ കോഴി കിട്ടിയത് തിന്നാന്നല്ലാതെ നമുക്കൊരു ചിക്കൻ ചുടണമെന്നുള്ളതല്ലേ ഉള്ളൂ. അവനക്ക് നാടൻ കോഴി. അല്ല പഠിച്ചോൻ ഇവന്റെ കോയക്കലൊക്കെ കണ്ടിട്ട് വൈത്തിരി ഹോട്ടലിൽ പോയിട്ട് എവിടെന്നെങ്കിലും ചിക്കൻ കറി വാങ്ങി കഴിക്കണ്ടെന്ന് തോന്നുന്നു. നോക്കത്തെ ഇതിപ്പോ ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിക്കാനല്ലാണ്ട് ഒരു പണിക്കും കൂടുന്നില്ലല്ലോ. അവിടെ ചെക്കന്മാരെ നിങ്ങൾക്ക് പിന്നെ വേറെ ഏതെങ്കിലും പോയി ചാടിക്കൂടെ? ഞങ്ങളിപ്പോ ഇന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ വന്നപ്പോ നിങ്ങൾ എങ്ങനെ മനസ്സറിഞ്ഞ്? ഞങ്ങളിന്ന് ഇവിടെ ചാടുന്ന സ്ഥലാ. അതായത് നമ്മള് കോഴി ചൂടല് ഒഴിവാക്കി കറിയാക്കിയ നന്നായിട്ട്. ഈ ഇതിന്റെ കരിമ്പിന്റെ വർഗ്ഗമൊന്നും നടക്കൂലടാ ചൂടാന്. കറി തന്നെ നല്ലേ. എടാ കൊറേ കുട്ടികളെ പോയേച്ചാട്ടോ, മറ്റേളൊന്ന് ശ്രദ്ധിക്കട്ടോ. വെള്ളത്തിൽ തല്ലുകൂടി ഉണ്ടല്ലോ, എല്ലാത്തിനും പിടിച്ച് കയറ്റിയ കേട്ടോ, എല്ലാത്തിനും പറഞ്ഞു വിടും. എടാ ആരിസേ, സൗഖ്യത്തെ ആ കുട്ടി മുങ്ങാന്ന് തോന്നല്ലോ. എവിടെ അവളാ? വെള്ളം കുടിച്ചിക്കണോ? വെള്ളത്തിൽ കളിക്കണ്ടെന്ന് കേൾക്കൂല നിങ്ങള്. ഇവിടെയോ എന്ത് ഡേഞ്ചർ ആയിട്ടാ കളിക്കുന്നത്? ആകെ എന്ത് കുണ്ടങ്ങൾ പരിചയമില്ലാത്ത പോയല്ലത്. എന്ത് കഷ്ടറിയോ. ഏതായാലും വേഗം മാറ്റിച്ച് വീട്ടിൽ പറഞ്ഞു ആ ഭക്ഷണമൊക്കെ കൊടുത്ത. അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ കണ്ടില്ലേ, ഇതേപോലത്തെ പല പല അപകടങ്ങളും ഈ സ്കൂൾ പൂട്ടിയ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ വീട്ടുകാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ ഏത് പല പുഴകളിലും ചാടും. ഇത് കണ്ടില്ല, ഇത് ഇന്നലെ എടുത്ത ഒരു വിഷലാണ്. ഞാൻ ജോലി ചെയ്യാൻ പോയിട്ട് ഇതേപോലത്തെ പല പല അപകടങ്ങളും ഉണ്ടാകുകയാണ്. ഇപ്പൊ നമ്മളെല്ലാരും പുഴകളിലും തോടുകളിലൊക്കെ കളിക്കുന്ന സമയമാണ്. ഇന്നലെ ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 കുട്ടികൾ പോയി. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 3 ആഴ്ച കൊണ്ട് നമുക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു 6-7 കുട്ടികൾ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുട്ടി പോയത് 12 വയസ്സായ കുട്ടി തൊട്ടടുത്ത് അച്ഛൻ നിൽക്കുന്നുണ്ട്. നീന്തൽ അറിയുന്നൊരു കുട്ടിയാണ്. അവരെ സ്ഥിരമായ ഒരു പുഴയാണ്. അപ്പം നമുക്ക് പരിചയമുള്ള പുഴയാണ്, തോടാണ്, കടലാണ്, കായലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ മാറുക, നമുക്ക് അപകടം പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. നമ്മൾ വീട്ടുകാരൊക്കെ കുട്ടികളെ വിടുമ്പോൾ, കഴിഞ്ഞ ദിവസം കുട്ടികൾ പുഴയിൽ നിന്ന് ഭയങ്കര കച്ചറയാണ്, അവർ തമ്മിൽ കച്ചറയാണ്. ആ സമയത്ത് കുട്ടികളെ പിടിച്ച് മേലെ കയറി നിൽക്കുന്നുണ്ട്, ഒരുത്തനെ പിടിച്ച് താഴ്ത്തുന്നുണ്ട്. ഇതൊക്കെ അപകടമാണ്. അപ്പോൾ ഇത് പരമാവധി നമ്മൾ കുട്ടികളെ നമ്മളെ കണ്ണത്തെ ദൂരത്ത് നിന്ന് പുഴകളിലേക്ക് വിടുക. ഇത്ര സമയം കൊണ്ട് തിരിച്ചു വരാൻ പറയുക. കച്ചറകൾ കാര്യങ്ങൾ ഇല്ലാണ്ടിരിക്കുക. നമ്മളെ മക്കളാണ്, അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. കുട്ടികൾ ഈ പുഴയ്ക്ക് ചാടാൻ പോകുമ്പോഴേ ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് കുട്ടികളെ വിടാണ്ടിരിക്കുക. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾ എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ആഴ്ചകളിലായിട്ട് എത്ര മക്കളാണ് മരിച്ചുപോയത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ വർക്ക് ചെയ്യണ സ്ഥലത്ത് 11:45 മുതൽ 3:30-4 മണി വരെ ചാടി. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന്. ഞങ്ങൾ ഭക്ഷണം വേണ്ട പറഞ്ഞു. അപ്പൊ എന്താ ചളിയാണ്, വലിയൊരു പാലത്തും വന്ന് ഞാൻ ആ വിഷ്വൽ വീഡിയോ എടുക്കണേ. ഒരു ഉമ്മ വന്നാൽ കുറെ ഉപദേശിച്ച് വിട്ടിട്ടൊന്നും പോലും കയറി പോണില്ല. അപ്പൊ അതാണ് സംഭവം. ഈ കുട്ടികൾ രാവിലെ ഇപ്പൊ മദ്രസ ഉണ്ടായതുകൊണ്ട് ഒരു 9-10 മണി ആയി കഴിഞ്ഞാൽ ഇവരെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഈ തോട്ടിൽ ചാടിയിട്ട് മതിയാണില്ല, തിമിർക്കാണ്. സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ ഒരു സന്തോഷം വേറെ വരികയാണ്. അവധി ദിവസമാണല്ലോ.
അപ്പോൾ സ്വന്തം മക്കളെ ജീവൻ വില കൽപ്പിച്ച് എന്നും രാവിലെ ജോലിക്ക് പോകണ അച്ഛനും അമ്മമാരുണ്ടാവും. അച്ഛനും അമ്മമാർ ജോലിക്ക് പോകണാണെങ്കിലും നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം. അയൽവാസികളെ ഏൽപ്പിച്ചോ മറ്റോ തക്കതായ നമ്മൾ TV തുറന്നിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കണം. എന്താ ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മൾ ചെറിയൊരു ഇതാണ് ചെയ്തത്. എന്താ സംഭവം മനസ്സിലായത്? ആഴമുള്ള സ്ഥലത്തും ആൾക്കാരില്ലാത്ത സ്ഥലത്തും ഞങ്ങൾ പോവില്ല. അപകടമായ രീതിയിൽ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കില്ല. അമ്മമാരടുത്തും അച്ഛന്മാരടുത്തും പറയാണ്ട് ഒരു സ്ഥലത്തേക്കും പോകരുത്. നമുക്ക് അറിയാത്ത പുഴകളിലും തോടുകളിലും പോകരുത്. അപ്പോൾ ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. നിങ്ങളുടെ പ്രായമാണ്. ഇനി ഒരിക്കലും ഇതുപോലെ പ്രായം തിരിച്ചു കിട്ടൂല. പക്ഷെ അപകടം വിളിച്ചു വരുത്തരുത് കേട്ടോ. അപ്പൊ നിങ്ങളൊരു മനസ്സിലായത്, നമ്മളെങ്കിലും കളിക്കുമ്പോൾ മനസ്സിലായത്, ഒരാൾ മേലെ കയറിക്കൊണ്ട് നീന്തി കളിക്കരുത്, ഒരാളെ പിടിച്ച് താഴ്ത്തരുത്. ഒരാൾ കുറച്ചു നേരം കാണുന്നില്ലെങ്കിൽ അവനെന്തെങ്കിലും പറ്റിയെന്ന് നോക്കണം, ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് സംഭവം? അപകടം ഉണ്ട്, മനസ്സിലായില്ലേ? അവധി ആഘോഷിക്കാനുള്ളതാണ്, ജീവൻ വിലപ്പെട്ടതാണ്, അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയറും കമന്റും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും.